ഞാനേ ഈ ബാഗും കുറെ തുണിയൊക്കെ വാങ്ങിച്ചോണ്ട് വന്നു. പെട്ടെന്ന് വിസ ശരിയാണെങ്കിൽ അമേരിക്ക പോണ്ട്. 1 week later. മേ ഐ കം ഇൻ? ഞാൻ ഒരെണ്ണം കൊണ്ടുവന്നിട്ടുണ്ട്. എനിക്കാണ് തീരെ നേരമില്ല. അപ്പൊ നമ്മൾ എവിടെയാ പറഞ്ഞു നിർത്തിയത്? അതിന് നമ്മൾ തുടങ്ങിയില്ലല്ലോ. എന്നാ തുടങ്ങി കഴിയാം. കാലത്തെ തന്നെ നേരം വിളിക്കണല്ലോ ഈശ്വര. സ്വാതപ്രസവത്തിന്റെ കാര്യങ്ങളും ഒക്കെ അല്ലേ? എല്ലാ സെറ്റും സൈഡിലെ കാര്യങ്ങൾ നിങ്ങളാണ്. ഹലോ ലാലേട്ടാ, ഗുഡ് മോർണിംഗ്. ഹാപ്പി വിഷു. എന്തോന്നാ ഹാപ്പി വിഷു. ചെറിയ ഡ്രിങ്ക് ബ്രേക്ക് ആയിരുന്നു. എല്ലാവർക്കും ഒരു ഹാപ്പി വിഷു ഞാൻ നേരുന്നു. ലൈഫ് ഈസ് നത്തിങ് ബട്ട് എ സെലിബ്രേഷൻ ഓഫ് ഇവന്റ്സ്. നമുക്ക് കിട്ടിയ ജീവിതം പരിപൂർണമായി ആഘോഷിക്കുക. ലാലേട്ടാ, എന്താ വിഷു ആയിട്ട് വിശേഷങ്ങൾ എന്തൊക്കെയാ? വാഴ നല്ല സക്സസ്ഫുൾ ആയിട്ട് പോകുന്നതിന്റെ സന്തോഷം കൂടെ അറിയിക്കുന്നു. ഈ വിഷു ഇവിടെ തന്നെയാണോ? നാട്ടിലുണ്ടോ ലാലേട്ടൻ? അമേരിക്കയിലാണ്. നാട്ടിലുണ്ടോ? നാട്ടിലില്ല, അമേരിക്കയിലാണ്. അഭിമാനമായ നടൻ മോഹൻലാൽ ഈ വിഷുക്കാലത്ത് അമേരിക്കയിലാണ്. ശ്രീ മോഹൻലാൽ, ആദ്യം തന്നെ എന്റെയും ഏഷ്യാനെറ്റ് ന്യൂസിന്റെ ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ. എന്നാ പിന്നെ ഇത്തിരി തണുത്തോളം 2 ഗ്ലാസ് കിടക്കും. പരിധീരൊഴിച്ച് ആ സൗഹൃദം നമുക്ക് ഊട്ടുറപ്പിക്കാം. അമേരിക്കൻ മലയാളികളുടെ വിഷു ആഘോഷം നമ്മുടെ കൃഷി ഷോന്റെ റിപ്പോർട്ട് കണ്ടു. അവിടെ നല്ല ആഘോഷമാണെന്ന് പറയായിരുന്നു. ഇത് ആഘോഷത്തിന്റെ രാത്രിയാണ്. കുടിക്കുമ്പോ ബോധം മറയാൻ വരെ കുടിക്കുക. ഇത്തവണ ലാലാരാധകരെ സംബന്ധിച്ച് ദൃശ്യം 3, പേട്രിയറ്റ് പല സിനിമകൾക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പ് കൂടിയാണ്. അങ്ങനെയുണ്ട് പ്രതീക്ഷകൾ? കേട്ടോ, ഒരു പ്രതീക്ഷയില്ല. സാറിന് നാഷണൽ അവാർഡ് ഉറപ്പാ. പക്ഷെ പടം പൊട്ടും. വെറുതെ അത് നമ്മൾ ചെയ്തു, അത് കഴിഞ്ഞു. അപ്പൊ കാര്യം കഴിഞ്ഞ് നിക്കണല്ലേ, എന്നിട്ട് കൈമറത്ത. ചാക്കോച്ചൻ ജീവിതത്തിൽ ആലോചിക്കാത്ത ഒരാളിപ്പം ടെലിഫോൺ ലൈനിൽ വരുന്നുണ്ട്. ട്രംപാണോ? ഒന്ന് ട്രംപ് ആണെങ്കിൽ നമ്മള് പേടിക്കണ്ടായിരുന്നു. ഹലോ ഒന്ന് വിളിച്ചു നോക്കി, ഹലോ ഒന്ന് ചോദിച്ചു നോക്കി. ഹലോ ശ്രീനാഥ് സാർ, നല്ല പരിചയമുള്ള ശബ്ദമാണല്ലോ. ഹലോ ലാൽജി, നമസ്കാരം ലാൽജി. നല്ല ആൽക്കഹോളിക് വെതറാണല്ലോ പണിക്കരെ. ഞാനത് അങ്ങോട്ട് പറയാതിരിക്കായിരുന്നു. വെള്ളം അടി തുടങ്ങാൻ തീരുമാനിച്ചാൽ ഓപ്പണിംഗ് എന്നോട് ആവാട്ടോ. നല്ല രാശിയുള്ള കമ്പനിയാ എന്റെ മുന്തിരി കള്ളേ. ലാൽജി അറിയാവുന്ന ഒരു മനുഷ്യൻ എന്റെ അടുത്ത് നിൽപ്പുണ്ട് കേട്ടോ. ഇത്രക്ക് പോപ്പുലറായ എന്നെ കണ്ടിട്ട് മനസ്സിലായില്ലടാ ജാടത്തേണ്ടി. നീ ഒന്നും പണയണ്ട ചാക്കോച്ചൻ. ഹാപ്പി വിഷു. അയ്യോ, അതെനിക്കൊരു കാര്യം പറയാനുള്ളത്. നിനക്ക് പറയാനുള്ളത് പറയാൻ ഒരുപാട് സമയം കിടക്കല്ലേ ഇങ്ങനെ പറയുന്നേ? ലാൽജി, നമ്മുടെ പ്രേക്ഷകരോട് ഈ പേട്രിയോട്ട് സിനിമ വരാൻ പോവാണല്ലോ, അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഇത് വളരെ നല്ലൊരു ഇതാണ്. ഇതിനു വേണ്ടി എന്റെ എല്ലാ ഇതും ഞാൻ നൽകും. ഏറ്റവും സിനിമ നല്ല സിനിമയാണ്, കാണൂ. അത്ര വേറെന്താ ഞാൻ പറയണ്ട. എന്താ തന്റെ നാക്ക് കൊഴിഞ്ഞിരിക്കുന്നേ? ചാരായം കുടിച്ച് പൂസായിരിക്കാം. തന്നെ പേട്രിയറ്റ് എന്നാണല്ലേ? പേട്രിയറ്റ് എന്ന് പറഞ്ഞാൽ രാജ്യസ്നേഹം ഉള്ള ഒരാളെന്നാണ്. പണ്ഡിതനാണെന്ന് തോന്നുന്നു. അർത്ഥം പറഞ്ഞൊന്നും കേട്ടില്ലേ? അപ്പൊ ചാക്കോച്ചന്റെ സിനിമയ്ക്ക് ഒരു ആശംസ പറയണേ, കാര്യം അത് വിജയിക്കണം എന്നുള്ള നമ്മുടെ ആവശ്യമായിരിക്കാം. അങ്ങനെ ഒരു പരസ്പര ധാരണ ദിനേശ ഏതാണ്? പിന്നെ നിന്നോട് ഇത്ര നേരം പറഞ്ഞോണ്ടിരുന്ന എന്താടാ? ഒരു ദുരൂഹ സാഹചര്യത്തിൽ ഇന്നിപ്പോ റിലീസാ. അതിനൊന്നും ഇല്ലേ? ഒരു ദുരൂഹ സാഹചര്യത്തിലല്ല നമ്മളെ കാണേണ്ടത്. ഒരു ദുരൂഹ സാഹചര്യത്തിലല്ല നമ്മളെ കാണേണ്ടത്. എവിടെയോ എന്തോ ഒരു തകരാറ്. കുടിച്ച് ഫിറ്റായാൽ എനിക്കെന്തും വിളിച്ചു പറയാം. ഏറ്റവും നല്ല സാഹചര്യത്തിൽ ഏറ്റവും മിടുക്കനായിട്ട് ആ സിനിമ മാറട്ടെ. കുടിച്ച ബ്രാൻഡിന്റെ പേരറിയോ തനിക്ക്? എവിടെ ഒരു ശബ്ദം കേട്ടല്ലോ. ഇത് വെള്ളവടി സെറ്റപ്പ് തന്നെ. എന്റെ ദൈവമേ, ഞാൻ അറിഞ്ഞില്ലല്ലോ. വർത്തമാനം പറയണ നീ പോയെ. രാവിലെ കണി കാണാൻ പോകേണ്ടതാ. പോയി കിടന്ന് ഉറങ്ങാൻ നോക്കണ. ദിസ് പ്രോഗ്രാം ഈസ് സ്പോൺസർഡ് ബൈ